നമസ്കാരം. ആക്ടറാണ്. എൻ്റെ ഡെബ്യൂ ഫിലിമാണ്. അമല പറഞ്ഞ പോലെ ഇതിൻ്റെ ഡെബ്യൂ പ്രസ് കോൺഫറൻസുമാണ്. വിശാൽ ചന്ദ്രശേഖരൻ്റെ ഫസ്റ്റ്, അതായത് ഡെബ്യൂ മലയാളം ഫിലിം കൂടിയാണ് ഈ സിനിമ. ഇന്ന് ഈ പ്രസ് കോൺഫറൻസ് വിളിക്കാനുള്ള ഒരു റീസൺ ഒരു ചെറിയൊരു സർപ്രൈസ് ന്യൂസ് റിവീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് ഇതിലൊരു സ്വീറ്റ് സോങ് ഉണ്ട്. ആ സോങ് പാടിയിരിക്കുന്നതും ഒരു ഡെബ്യൂട്ടൻ്റാണ്. ആ ഡെബ്യൂട്ടൻ മറ്റാരുമല്ല, അമല പോളാണ്. അമല പോൾ ആദ്യമായിട്ട് പാടുന്ന പാട്ട് എൻ്റെ സിനിമയ്ക്ക് ആയതിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ആൻഡ് ഷീ സാങ് ഇറ്റ് റിയലി വെൽ. സോങ് ഉടനെ തന്നെ ലൈവ് ആകും. അപ്പം നിങ്ങൾ കേട്ടിട്ട് അഭിപ്രായം പറയുക. ആദ്യം തന്നെ അമല ഈ പാട്ട് പാടിയതിൻ്റെ എക്സ്പീരിയൻസും കാര്യങ്ങളും നിങ്ങളോട് ഷെയർ ചെയ്യും. Let the guru speak. Hi, my name is Vishal Chandrasekhar. Previously, I had scored music for Sita Rama, and that was translated from Telugu. I'm really happy to do my debut under Arfaz's direction, and it's a very, very prestigious moment for me to get an entry into Malayalam film industry through this with the awesome Amala Paul and Asif Ali and Sharafuddin. So it's a really honor to be here. And during recording the song, I was recording from. Is it okay if I speak in Tamil? Yeah. Tamil, okay. So நான் வந்து இதில் ஹைதராபாத்தில் இருக்கும்போது மேம் வந்து கொச்சினில் இருந்தாங்க, and we recorded through a remote conference. So it was a wonderful experience. ஏன்னா அவங்க face to face நம்ம பார்த்துக்கல, but I think I conveyed everything correctly. And she also understood, but she was very, very sincere with the whole process. And நிறைய தடவை பாட்டு வந்து கேட்டுட்டு வந்திருந்தாங்க, and நல்லா ப்ராக்டிஸும் பண்ணியிருந்தாங்க. And I was amazed to see an actor sing so well. ஏன்னா சில பொடி பொடி சங்கதியெல்லாம் ரொம்ப அழகாக பாடியிருந்தாங்க. I had fun recording her. I thought, see, generally I have recorded a lot of singers, but for very few actors I've recorded. And for me, she's a really good singer. So I was very, very happy recording her. And it was a wonderful experience. Arfaz was there, studio la irundar avaru na, and avaru enjoy pannirparu nanikkaren. And nalla fun, it was good fun to record her, and I'd like to hear from you. Good evening, everyone. എനിക്ക് ഭയങ്കര ഒരു എക്സൈറ്റിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു, ബിക്കോസ് ഞാൻ എൻ്റെ 9th month പ്രഗ്നൻസിയിലാണ് ഈ പാട്ട് റെക്കോർഡ് ചെയ്യുന്നത്. സോ ഐ വുഡ് ലൈക്ക് ടു ഷെയർ ദാറ്റ് ക്രെഡിറ്റ് വിത്ത് മൈ ബേബി ഓൾസോ, ഓഫ് കോഴ്സ്. ആൻഡ് താങ്ക് യു സോ മച്ച്. ഫസ്റ്റ് ഓഫ് ഓൾ, താങ്ക്സ് ടു അർഫാസ് ഫോർ മേക്കിംഗ് മീ എ പാർട്ട് ഓഫ് എ പ്രോജക്റ്റ് ലൈക്ക് ദിസ്. ആൻഡ് ഓൾസോ അതിലും എനിക്ക് അർഫാസ് ഞങ്ങളൊരു ലൈവ് സൗണ്ട് ആയിരുന്നു ഇതിൻ്റെ ഷൂട്ടിങ്. അപ്പം അവിടെ ട്യൂണീഷ്യയിൽ ഇങ്ങനെ മരുഭൂമിയിൽ വെയിലത്ത് നമ്മളിങ്ങനെ വെയിലൊക്കെ മാറാൻ വേണ്ടി കുറേ നേരം വെയിറ്റ് ചെയ്തിരിക്കും. പെട്ടെന്ന് സാൻഡ് സ്റ്റോം വരും. അപ്പം അത് മാറാൻ വേണ്ടി കുറേ നേരം ഇരിക്കും. അപ്പം ഞാനവിടെ വല്ല മൂളിപ്പാട്ടൊക്കെ പാടിയിരിക്കുന്നത് കേട്ടിട്ടാന്ന് തോന്നുന്നു അർഫാസ് എന്നോട് പാട്ട് പാടുന്നുണ്ടോ എന്ന് ചോദിച്ചത്. അപ്പം ബിഗിനിങ് തൊട്ടേ അർഫാസ് പറഞ്ഞായിരുന്നു, വൈ ഡോണ്ട് യു സിംഗ്. പക്ഷെ എനിക്ക് ആ ഒരു റൈറ്റ് മൊമെന്റിന് എനിക്കൊരു കോൺഫിഡൻസ്, ഓക്കെ I'll see Arfaz, I'll see എന്ന് പറഞ്ഞിങ്ങനെ ഇരുന്നു. അതിൻ്റെ ഇടയിൽ I got pregnant, marriage happened, and somehow I think film release ആവാറായി. അപ്പം പിന്നെ അർഫാസ് സംസാരിച്ചപ്പോൾ I was in my 9th month, and then എനിക്ക് പെട്ടെന്ന് എന്തോ ഭയങ്കര ഒരു ധൈര്യം, ഭയങ്കര ഒരു കോൺഫിഡൻസ് വന്ന പോലെ തോന്നി. I thought, okay, I'll give it a try. എന്തായാലും കിട്ടിയാ കിട്ടി, പോയാൽ പോയി. അങ്ങനെ സ്റ്റുഡിയോയിൽ പോയിട്ട് we recorded this song, and thanks to my Guruji Vishal. I don't think like I would have been this comfortable with anybody else. കാരണം എനിക്ക് അത്രയും പേഷ്യൻസോടുകൂടി ആള് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു. അതുപോലെ he let me experiment. അതുപോലെ എനിക്ക് ഒത്തിരി കംഫർട്ട്, ഭയങ്കരമായിട്ട് എന്നെ കംഫർട്ട് ആക്കി. ആൻഡ് ഭയങ്കര ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ആൻഡ് he kept encouraging me, and he kept telling me സിംഗേഴ്സും ഇങ്ങനെ തന്നെയാണ് റെക്കോർഡ് ചെയ്യുന്നത് എന്ന് കേട്ടപ്പോൾ എനിക്ക് ഓക്കെ, നോട്ട് ബാഡ്. സോ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ആ ഒരു പാട്ട് പാടാൻ കഴിഞ്ഞതിൽ.
എൻ്റെ മമ്മി എപ്പോഴും പറയുമായിരുന്നു വൈ ഡോണ്ട് യു സിംഗ് എ സോങ്, വൈ ഡോണ്ട് യു സിംഗ് എ സോങ്. ആൻഡ് ഞാൻ ചേർച്ചിൽ കോയറിലും സ്കൂളിലൊക്കെ പാടുമായിരുന്നു. അപ്പം അത്ര വലിയ പാട്ടായിരുന്നതല്ല. ഐ തിങ്ക് ഇറ്റ് ഹസ് കം ഔട്ട് ഓക്കെ, ബട്ട് it was a very a moment that I would always cherish. And talking about this film, yes, of course, I miss my co-stars Asif and Sharafuddin. Tunisia-ലായിരുന്നു ഞങ്ങളുടെ ഈ ഫിലിമിൻ്റെ ഷൂട്ടിംഗ്. ലൈക്ക് ഈ ക്യാരക്ടർ ചെയ്യാൻ പറ്റിയത് എനിക്ക് വലിയൊരു അനുഗ്രഹമായിട്ട് ഞാൻ കാണുന്നു. എസ്പെഷ്യലി മലയാളത്തിൽ ഒരുപാട് നല്ല ക്യാരക്ടേഴ്സ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതിലേക്ക് ഡെഫിനറ്റ്ലി വൺ മോർ ഫെദർ ടു ദ ക്യാപ്പ് ആയിരിക്കും ഈ ക്യാരക്ടർ. ആൻഡ് ഇത് അർഫാസി സ്ക്രിപ്റ്റ് എഴുതുമ്പം ഐ ആസ്ഡ് എനിക്ക് സ്ക്രിപ്റ്റ് നരേറ്റ് ജിത്തു സാറാണ് എന്നെ വിളിച്ചത് ഈ സ്റ്റോറി ഒന്ന് കേൾക്കണം എന്ന് പറഞ്ഞിട്ട്. ആൻഡ് ഐ ഹേർഡ് ദ സ്റ്റോറി ആൻഡ് അർഫാസ് ടോൾഡ് മീ ഈ സ്ക്രിപ്റ്റ് എഴുതുമ്പം അർഫാസിൻ്റെ മൈൻഡിൽ ക്യാരക്ടർ ഉണ്ടായിരുന്നത് ഞാനായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ എനിക്കത് ഭയങ്കര ഓണറായിട്ട് തോന്നി. ബിക്കോസ് ഐ എം എ ഡയറക്ടേഴ്സ് ആക്ടർ ആൻഡ് ഓഫ് കോഴ്സ് ഡയറക്ടർ മൈൻഡിൽ എന്നെ വെച്ചിട്ട് ഒരു ക്യാരക്ടർ ഡിറൈവ് ചെയ്യുമ്പം ഐ തിങ്ക് ആസ് എൻ ആക്ടർ എനിക്കത് വലിയൊരു ഓണറാണ്. ആൻഡ് ഐ thoroughly enjoyed ഷൂട്ടിംഗ് ഫോർ ദിസ് ഫിലിം. ഒരുപാട് ചാലഞ്ചസ് ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. ഞങ്ങളവിടെ റംസാൻ ഫാസ്റ്റിൻ്റെ സമയത്തായിരുന്നു ഞങ്ങളവിടെ ഉണ്ടായിരുന്നത്. ഇറ്റ്സ് എ മുസ്ലിം കൺട്രി. അപ്പം അതിൻ്റേതായ പ്രോപ്പർ ഫുഡ് ഉണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾക്ക് ക്രൂ മെമ്പേഴ്സ് വളരെ കുറവായിരുന്നു. ആ സമയത്ത് ആരും വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല അവിടെ. അപ്പം യുനോ വി വർ വെരി ലിമിറ്റഡ് ക്രൂ. ഉള്ള ആൾക്കാരെല്ലാവരും കൂടെ ഒരു 25 days we have given our best. എല്ലാവരും ഇതിൻ്റെ DOP അപ്പു പ്രഭാകർ, he's done a brilliant job. And then all the other technicians, ഇതിൻ്റെ ലൈവ് സൗണ്ട് റെക്കോർഡ് ചെയ്ത അലൻ, then you know music director Vishal sir, like, and അവിടെ ഉണ്ടായിരുന്ന all the assistant directors and all the crew members, production, everybody, you know ഒരുപാട് കഷ്ടപ്പാടുകൾ ഉണ്ടായിരുന്നു. ആൻഡ് ഡെസേർട്ടിൽ ഷൂട്ട് ചെയ്യുന്നത് ഇറ്റ്സ് വെരി അൺപ്രഡിക്റ്റബിൾ. എപ്പോഴായിരിക്കും ക്ലൈമറ്റ് ഭയങ്കരമായിട്ട് ചേഞ്ച് ആവാന്ന് അറിയത്തില്ല. ബട്ട് അതിൻ്റെ ആ ചലഞ്ചസിലൂടെ എല്ലാം ഐ തിങ്ക് വി മാനേജ് ടു ഗിവ് അവർ ബെസ്റ്റ് ആൻഡ് ദ ഫിലിം ഹാസ് കം ഔട്ട് വെരി വെൽ. ആൻഡ് ഒരു എക്സ്പെരിമെൻ്റൽ ജോണർ ആണത്. ഹോപ്പ്ഫുള്ളി ഇപ്പം മലയാള ഫിലിമിൽ നടക്കുന്ന ഈ വിന്നിങ് സ്ട്രീക്സ് വിൽ കണ്ടിന്യൂ വിത്ത് അവർ ഫിലിം ഓൾസോ. ആൻഡ് biggest thanks to Ramesh Pillai sir, our producer, who is you know been backing our film. And സാറിൻ്റെ അടുത്തുനിന്ന് ഹ്യൂജ് സപ്പോർട്ടാണ്. യുനോ ഇങ്ങനത്തെ ഒരു ഫിലിം ടുണീഷ്യയിൽ ലൈക്ക് ഷീ സെഡ് ഫസ്റ്റ് പടം നമ്മളാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പം അതിൻ്റെതായ എല്ലാ സപ്പോർട്ടും സാറിൻ്റെ അടുത്തുനിന്നുണ്ടായിരുന്നു. സോ യാ, ഐ ഹോപ്പ് വി ഹാവ് എ ഗുഡ് ഫിലിം ആൻഡ് ഐ ഹോപ്പ് God's blessings is also upon us. And എന്തായാലും റിലീസിന് ഇനി ഐ തിങ്ക് ദിസ് ഇസ് മൈ ലാസ്റ്റ് ഇവൻറ്റ് ബിഫോർ മൈ ഡെലിവറി, ഐ ഹോപ്പ് സോ. അപ്പം ഇനി എനിക്ക് റിലീസിന് ഇതിൻ്റെയൊക്കെ ഭാഗമാകാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല. ഐ വുഡ് ബി മിസ്സിങ് ഇറ്റ് ബിക്കോസ് ഞാൻ എൻ്റെ കരിയറിൽ ചെയ്തതിൽ ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തൊരു ഫിലിമാണ്. ഐ എം വർക്കിംഗ് വിത്ത് അർഫാസ്. ഹീസ് എ ബ്രില്യൻറ്റ് ഡയറക്ടർ. ജിത്തു സാറിൻ്റെ master brain or right hand or whatever, like we have seen his contribution to the Zana film le thanne. And Arfasine polte oru director inde debut film le lead actor avan സാധിച്ചതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ബിക്കോസ് ഹി ഹാസ് എ ഗ്രേറ്റ് ഫ്യൂച്ചർ. ഹി ഈസ് സോ ടാലൻറ്റഡ്. ആൻഡ് എൻ്റെ ക്യാരക്ടർ തന്നെ പെർഫോമൻസിൽ തന്നെ അർഫാസ് ഹി വാസ് റിയലി പുഷിങ് ഓൾ ഓഫ് us ഔട്ട് ഓഫ് അവർ കംഫർട്ട് സോൺ. ഇപ്പം ആസിഫ് ആയാലും ഞാനാണെങ്കിലും ഷറഫ് ആണെങ്കിലും നമ്മൾ റെഗുലർലി ചെയ്യുന്ന ഒരു മീറ്ററിലല്ലാതെ ഹി വുഡ് റിയലി പുഷ് us ടു എക്സ്പ്ലോർ സംതിങ് ഇൻ us ആസ് ആക്ടേഴ്സ്. അപ്പം അങ്ങനത്തെ ഡയറക്ടേഴ്സിനോട് വർക്ക് ചെയ്യുമ്പം ആക്ടിങ്ങിൽ മാത്രമല്ല, ഈവൻ ഇൻ ടേംസ് ഓഫ് ദ മേക്കിംഗ് ആൻഡ് മ്യൂസിക് ആൻഡ് എവറിത്തിങ്, ഐ തിങ്ക് അർഫാസിൻ്റെ ഒരു സിഗ്നേച്ചർ ഈ പടത്തിൽ ആസ് എ ഡയറക്ടർ നമുക്ക് കാണാൻ പറ്റും. സോ ഒരു ഫ്യൂച്ചർ ഗ്രേറ്റ് ഡയറക്ടറിൻ്റെ ഡെബ്യൂയുടെ ഭാഗമാകാൻ സാധിച്ചതിലും എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ആൻഡ് ഐ എം വിഷിംഗ് our film level cross and എല്ലാവർക്കും all the best and thank you so much for coming here and supporting us. Thank you. ഞാൻ അമല ഈ സിനിമയിൽ എങ്ങനെ വന്നു എന്നുള്ള ഒരു കഥ പറയാം. അമല പറഞ്ഞ പോലെ ഞാൻ ഈ സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ ഈ പെർട്ടിക്കുലർ ക്യാരക്ടർ, അമല ചെയ്ത ക്യാരക്ടറിൻ്റെ എഴുതുമ്പോൾ അമല തന്നെയായിരുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഫിഗർ. ഇതുപോലെ
ഒരു ആക്ട്രസ് വേണം. അമല അപ്പൊ അത് മനസ്സിൽ വെച്ചാണ് എഴുതിയത്. അപ്പോൾ എഴുതി കഴിഞ്ഞപ്പോൾ ഒബ്വിയസ്ലി ഇതുപോലെ എന്ന് വിചാരിച്ചെടുത്ത് ഇത് തന്നെ കിട്ടിയാലുള്ള ഒരു സന്തോഷം ഉണ്ടല്ലോ. അങ്ങനെ ഞാൻ ട്രൈ ചെയ്യാൻ തുടങ്ങി അമലെ കണക്ട് ആവാൻ വേണ്ടിയിട്ട്. She's got 5-6 managers. At that time I was not able to reach her. അപ്പോൾ എല്ലാ മാനേജേഴ്സിനോട് ഞാൻ സംസാരിക്കുന്നുണ്ട്, ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇറ്റ് വെന്റ് ഓൺ ഫോർ അബൌട്ട് 4 months. അതിനിടയ്ക്ക് റാമിന്റെ ഷൂട്ടിന് വേണ്ടി ഞങ്ങൾ ലണ്ടനിലായിരുന്നപ്പോൾ നമ്മുടെ ഷൂട്ട് കഴിഞ്ഞു, റാമിന്റെ ഷൂട്ട് കഴിഞ്ഞു നെക്സ്റ്റ് ഡേ ഞാൻ തിരിച്ചു വരാൻ വേണ്ടി ഇരിക്കുക. അപ്പോൾ ഇൻഫർമേഷൻ കിട്ടി അമല ലണ്ടനിൽ ലാൻഡ് ആയിട്ടുണ്ടെന്ന്. അപ്പോൾ ഞാൻ സാറിനോട്, രമേശ് സാറിനോട് പറഞ്ഞു, സാർ എൻ്റെ ടിക്കറ്റ് ഒന്ന് പോസ്റ്റ്പോൺ ചെയ്ത് 2-3 ദിവസം മാറ്റി തരാമോ, ഞാൻ അമലേനെ ഒന്ന് കാണാൻ ട്രൈ ചെയ്യട്ടെ. സാർ അത് ചെയ്തു തന്നു. എന്നിട്ട് ഞങ്ങൾ അമലയുടെ മാനേജറിനെ, അതൊന്നും അമല അറിഞ്ഞിട്ടുണ്ടാവില്ല ചിലപ്പോൾ, ഞങ്ങൾ അമലിന്റെ കടമ സെൻട്രൽ ലണ്ടനിൽ. അപ്പോൾ പുള്ളിക്കാരുടെ കോസ്റ്റ്യൂം ട്രയൽ ഒന്നും നടന്നുകൊണ്ടിരിക്കുക. ഞങ്ങൾ താഴെ റിസപ്ഷനിൽ ഇരിക്കുക. എന്നിട്ട് ഒരു 2-3 hours ഇരുന്നു, പക്ഷെ അത് തീരുന്നുണ്ടായിരുന്നില്ല. പിന്നെ നമുക്ക് തിരിച്ചു വരേണ്ടി വന്നു, ഒന്നും കാണാൻ പറ്റില്ല. പക്ഷെ ഞാൻ ഐ വാസ് സ്റ്റിൽ ട്രൈ, ഓൾ ദ മാനേജേഴ്സിനെ വിളിച്ച് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. ഫൈനലി ഞാനും ജീതു സാറും ട്യൂണീഷ്യയിൽ റാമിന്റെ റേക്ക് നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഫൈനലി ഐ ഗോട്ട് എ കോൾ ദാറ്റ് not happening. Amala is on a break. She doesn't want to do any films for a while. So you look for someone else. No one to call vannu. So I was disappointed. WhatsApp call I was disappointed. But Jeetu sir ennodu choichu endu itti what happened, you look dull. Appo njan sir Amala is not, Amala undavilla cinema la we have to look for someone else. No. Appo sir endu itti I am not able to connect with her. Pullikari break ilana arniyadu. Appo thanne sir phone edutittu Amalane message chedu. And she was coming out of the temple, I think. Yeah, they spoke and she അടുത്ത ദിവസം ഞങ്ങൾ തിരിച്ച് കൊച്ചിയിലെത്തുക. അപ്പോൾ she said let's meet tomorrow. വരുമ്പോൾ തന്നെ നമുക്ക് കാണാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനും ജീതു സാർ ഇവിടെ വന്ന് കാണുകയും കഥ പറയുകയും അപ്പോൾ തന്നെ ഓക്കെ ആവുകയായിരുന്നു. അപ്പോൾ it was like a dream come true for me. So I was very excited to have her on a film which I believe is a slightly different film. എന്ന് പറയുന്ന ഒരു ക്ലീഷേ ആണ്, എല്ലാവരും പറയുന്നതാണ്. പക്ഷേ it actually is slightly different from what we have seen so far എന്ന് എനിക്ക് തോന്നുന്നു. It's a different attempt. വളരെ ഓണസ്റ്റ് ആയിട്ടുള്ള ഒരു അറ്റംപ്റ്റ് ആണ്. കാസ്റ്റ് എക്സ്ട്രാordinary പെർഫോമൻസ് ആണ് സിനിമയിൽ തന്നിട്ടുള്ളത്. അതുപോലെ ക്രൂവും വി ഹാവ് വളരെ സ്റ്റണ്ണിങ് ആയിട്ടുള്ള ഒരു ക്രൂ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. അപ്പു പ്രഭാകർ ആർ DOP ഈസ് ഡൺ എ ഫാബുലസ് ജോബ്. ദീപു ആണ് എഡിറ്റർ. ജയദേവൻ ചക്കാടത്താണ് ഇതിന്റെ സൗണ്ട് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. Vishal has done a background score which is absolutely amazing, which is actually the backbone of the film. The music has a lot of importance in terms of its background score in the film. Linda ma'am ആണ് കോസ്റ്റ്യൂംസ് ചെയ്തിട്ടുള്ളത്. Ronex ആണ് മേക്കപ്പ്. പ്രേം നവാസ് ആണ് ആർട്ട് ഡയറക്ഷൻ. സോ ഓൾ ടുഗെദർ നമുക്ക് എല്ലാ ഡിപ്പാർട്ട്മെന്റും ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി അതിന്റെ ഏറ്റവും എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാരെ തന്നെ കിട്ടി എന്നുള്ളത് വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നു. For a first timer, it's a blessing, and I hope you all go watch the film when it releases. Once again, thank you all for coming. Thank you for not giving up. ജിത്തു സാറിന്റെ അടുത്തൊന്ന് പറഞ്ഞാൽ മതി അമലേനെ ഒന്ന് വിളിക്കണമെന്ന്. ഇത്രയും നാള് വെയിറ്റ് ചെയ്യണ്ടായിരുന്നു. കറക്റ്റ് when I got the call I was there. ഇതിലാണ് ഞാൻ ഒന്നുകൂടെ പറഞ്ഞത്, I really believe in destiny. Some films are meant to happen, it will happen no matter what. അത് എനിക്ക് ഈ ഫിലിം ശരിക്കും അതിൻ്റെ ഒരു it stands for that. So thank you all first for not giving up. This would have been a biggest miss of my life. என் பேர் ரமேஷ் பிள்ளை. இது எங்கள் அபிஷேக் ஃபிலிமோட ஃபஸ்ட்டு மூவி லெவல் கிராஸ். இந்த படம் நடக்கிறதுக்கு ஃபஸ்ட்டு தேங்க்ஸ் சொல்லணும் அங்கே ஜித்து ஜோசப் சாருக்கு. அவர் தான் இந்த படத்தை டிசைன் பண்ணி கொடுத்தாரு. அமலாபால் மேடம், ஆசிஃப் சார் அண்ட் ஷர்ஃபுதீன் சார், அவர் மியூசிக் டைரக்டர், அவர் டைரக்டர், அவர் PRO மஞ்சுஜி பயங்கர சப்போர்ட் பண்ணாங்க. இந்த இது எல்லாம் டிசைன் பண்ணது மிஸ்டர் வீணு, அவருக்கு தேங்க்ஸ். எல்லாருக்கும் தேங்க்ஸ். இந்த படம் கோயிங் டு ரிலீஸ் நெக்ஸ்ட் மந்த். சப்போர்ட் அஸ் ப்ளீஸ். தேங்க்யூ ஸோ மச். വലിയൊരു ലെജൻഡ് അല്ലെ, മലയാളികൾ ഇന്ന് ഒരുപാട് ത്രില്ലുകൾ സമ്മാനിച്ച് ഇന്ന് ഓർക്കുന്ന ഒരാളുടെ കൂടെ അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്തു. അപ്പോൾ ഉറപ്പായി എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ത്രില്ലർ ജോണിന്റെ ചിത്രം തന്നെയാണ്. പക്ഷെ ഇതൊരു മരുഭൂമിയിലാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. നമ്മൾ മരുഭൂമി എന്ന് പറയുമ്പോൾ നമ്മൾ ഒരുപാട് ചിത്രങ്ങൾ, ആടുജീവിതം പോലെയുള്ള സർവൈവിങ് ചിത്രങ്ങളാണ് നമ്മൾ കൂടുതൽ കണ്ടിട്ടുള്ളത്. ഇതെല്ലാം മരുഭൂമിയാണ്. പക്ക ഒരു സർവൈവിംഗ് ഒരു ജോണുള്ള ചിത്രമാണോ അതോ പക്ക ത്രില്ലർ അങ്ങനത്തെ ഒരു മോഡാണോ? ഇത് സർവൈവൽ മോഡിലുള്ള പടം അല്ല. ഹലോ
ഈ സിനിമ ഒരു ഇന്റൻസ് ഡ്രാമ ത്രില്ലർ ആ ഒരു ജോൺ പടമാണ്. ഒരു സർവൈവലുമായിട്ട് ബന്ധമൊന്നുമില്ല അങ്ങനത്തെ പടം. ഹലോ, ഹലോ, ഹലോ. ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. അമല എന്ന് പറയുമ്പോൾ ഇപ്പോൾ മലയാള സിനിമയിൽ തന്നെ എനിക്ക് തോന്നുന്നു ശ്വേതാമേനോന് ശേഷം അമലയാണ് ഇങ്ങനെ ഭയങ്കര അഡ്വഞ്ചർ ആയിട്ട്. എന്താണ് സത്യം പറയാൻ ഇതിനുള്ള ഇൻസ്പിറേഷൻ എന്താണ്? ഇങ്ങനെ ഈ ഒരു പീരീഡിൽ പോലും ഇങ്ങനെ ആക്റ്റീവായി നിൽക്കാനുള്ള ഒരു ഇൻസ്പിറേഷൻ എന്താണ്? ഐ ഫീൽ ആക്റ്റീവ്. അപ്പം വേറെ കുഴപ്പമൊന്നുമില്ല. ആക്റ്റീവായിട്ടിരിക്കുമ്പോ പിന്നെ ഞാനായിട്ട് വെറുതെ വീട്ടിലിരുന്ന് ഒരു പണിയില്ലാതെ ഇതിനെക്കുറിച്ച് ചിന്തിച്ചു കൂട്ടണ്ടല്ലോ. ആൻഡ് ഐ ഫീൽ ഇപ്പം പ്രഗ്നൻസി എന്ന് പറയുന്നത് അങ്ങനെ ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ള കാര്യം അല്ലെങ്കിൽ എന്തോ വലിയൊരു ടാസ്ക് ആയിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. എനിക്കിപ്പം ഉള്ള ഒരു ഫ്ലോ അതിൽ തന്നെ ഐ ഫീൽ ഇപ്പം കുറച്ചുകൂടെ ഐ ഫീൽ മോർ ലവ്ഡ്, മോർ പാമ്പേർഡ്. അപ്പൊ ഈ ഒരു എനർജി ഇങ്ങനെ റിസീവ് ചെയ്യാൻ പറ്റുന്ന നല്ല കാര്യമല്ലേ. ആൻഡ് ഓൾസോ ഐ വോണ്ട് ഗിവ് ഔട്ട് എ പോസിറ്റീവ് പ്രഗ്നൻസി മെസ്സേജ്, യുനോ. അപ്പം അതെല്ലാം എല്ലാം അലൈൻഡ് ആയല്ലോ. എൻ്റെ ഇത്ര ഫിലിംസ് റിലീസ് ആവുന്നു, പ്രൊമോഷൻസ്, ഇവന്റ്സ്. അപ്പൊ അതെല്ലാം ഒരു ബ്ലെസ്സിങ് ആയിട്ടാണ് കാണുന്നത്. അപ്പൊ ഐ ജസ്റ്റ് എംബ്രേസിങ് ഇറ്റ് കംപ്ലീറ്റ്ലി ആൻഡ് ഐ എം എൻജോയിങ് ഇറ്റ്. ലാസ്റ്റ് പടം ആടുജീവിതം, അതൊരു മരുഭൂമി റിലേറ്റ് ചെയ്ത് സർവൈവിങ്, ഇതും മരുഭൂമി റിലേറ്റ് ചെയ്ത് ഒരു സർവൈവിങ് ത്രില്ലർ എടുത്തൊരു ചിത്രമാണ്. അതെ, എനിക്ക് ആ മരുഭൂമിയിലെ സീൻസിലൊന്നും ഞാൻ ഭാഗമായിരുന്നില്ലല്ലോ. അതിന്റെ എല്ലാ എക്സ്പീരിയൻസ് എനിക്ക് കിട്ടിയത് ഇവിടെയാണ്. അപ്പൊ ഇവിടെ ഞങ്ങള് സഹാറ ഡെസേർട്ടിൽ നമ്മളിത് ഷൂട്ട് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഒരു 1 വീക്ക് കഴിഞ്ഞപ്പോ ഞാൻ ബ്ലസേറിനൊക്കെ മെസ്സേജ് അയച്ചു, നിങ്ങളെയൊക്കെ സമ്മതിക്കണം. അവരനുഭവിച്ചതിന്റെ വളരെ കുറച്ച് ഞങ്ങള് അനുഭവിച്ചുള്ളൂ എങ്കിലും ഷൂട്ട് ചെയ്തുള്ളൂ എങ്കിലും അതിന്റെ ഇന്റൻസിറ്റി നമുക്ക് കുറച്ചുകൂടെ മനസ്സിലാവാൻ സാധിച്ചായിരുന്നു. അപ്പൊ അതില് ഇറ്റ്സ് നോട്ട് എ സർവൈവൽ അല്ല, ആൽഫോസ് പറഞ്ഞ പോലെ, ബട്ട് മരുഭൂമിയിൽ തന്നെ നടക്കുന്ന ഒരു ഇന്റൻസ് ഡ്രാമയാണ് ഈ ഫിലിം, ത്രില്ലർ. താങ്ക് യു ഫോർ ദ ക്വസ്റ്റ്യൻ. എനിക്ക് തോന്നുന്നത് ലൈക്ക് സെഡ്, ഞാൻ എഴുതുമ്പോൾ തന്നെ അമലയായിരുന്നു മനസ്സിൽ, അമല തന്നെ കിട്ടി. അപ്പോൾ ദാറ്റ് വാസ് എ ബ്ലെസ്സിങ് ആൻഡ് താങ്ക്സ് ടു ഹർ ഫോർ സേയിങ് യെസ് ടു ദിസ് ഫിലിം. ഈ ക്യാരക്ടർ ഐ ഫീൽ ഇതെൻ്റെ ഞാൻ പറഞ്ഞ ആദ്യത്തെ പടമായതുകൊണ്ട് എക്സൈറ്റ്മെൻറ്റിലാണെന്ന് അറിയില്ല, ബട്ട് ഐ ജെനുവിൻലി ഫീൽ ദാറ്റ് ദിസ് വിൽ ബി വൺ ഓഫ് ഹർ ബെസ്റ്റ് പെർഫോമൻസസ് ഓഫ് ഹർ കരിയർ. ദാറ്റ് ഈസ് ഹൗ വെൽ ഷീ ഹാസ് ഡെലിവേർഡ് ദ പെർഫോമൻസസ്. ഓൾസോ എന്താ അത്രയ്ക്ക് ബുദ്ധിമുട്ടുള്ള ഒരു ടെറൈനിലായിരുന്നു നമ്മൾ ഷൂട്ട് ചെയ്തത്. നമുക്ക് വാനിറ്റി വാൻ അല്ലെങ്കിൽ വാഷ്റൂം യൂസ് ചെയ്യാൻ പോലും അവിടെ ഒന്നും ഇല്ലായിരുന്നു. 360 ഡിഗ്രിയിൽ നമുക്കൊന്നും ഇടാൻ പറ്റുകയില്ല. അപ്പം അങ്ങനത്തെ ഒരു സ്ഥലത്തായിരുന്നു നമ്മൾ ഷൂട്ട് ചെയ്തത്. വാനിറ്റി ഇറ്റ് സെൽഫ് ടെൻസ് ഒക്കെ അടിച്ചിട്ട് അത് ഒത്തിരി ദൂരെയായിരുന്നു. അങ്ങനത്തെ ഒരു സ്ഥലത്ത് സാൻഡ് സ്റ്റോമും സഹാറ ഡെസേർട്ടിൽ കുറേ വർഷങ്ങൾക്ക് ശേഷം മഴ പെയ്ത് നമ്മളവിടെ പോയപ്പോഴാണ് സെറ്റൊക്കെ ചോർന്ന് അങ്ങനെ. അപ്പോൾ ഒത്തിരി ഡിഫിക്കൽട്ടീസും ഹേർഡിൽസും ഉണ്ടായിരുന്നു. അങ്ങനെ ഉള്ള ഒരു സ്ഥലത്ത് നിന്നിട്ട് വാട്ട് ഷീ ഹാസ് ഡൺ ഇസ് ഫോർ യു ഗൈസ് ടു വാച്ച്. താങ്ക് യു. മലയാളത്തിൽ ആദ്യത്തെ റിലീസ് ആവാൻ പോകുന്ന പടമാണ് സാർ പ്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ സൗത്ത് ഇന്ത്യയിൽ ഒരുപാട് സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്ത ആളാണ്. ഇവിടെ മലയാള സിനിമയിൽ വന്നിട്ട് ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് പ്രൊഡ്യൂസ് ചെയ്യാൻ കുറച്ചുകൂടെ എളുപ്പമാണോ ഇവിടെ, അല്ലെങ്കിൽ ഇച്ചിരി പാടാണോ? Very easy, sir. All are cooperative, sir. I'm so happily produced here in Malayalam. Thank you. ഇപ്പോൾ tunisia പോലുള്ള ഒരു രാജ്യത്ത് പോയിട്ട് ഈ സിനിമ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ പ്രതിസന്ധിയാണ് ഉണ്ടായിരുന്നത്? நான் போகிறேன் சார், எல்லாமே they will take care. டைரக்டர் அமலாபால் மேடம் தான் பயங்கரமாக கோஆப்ரேட் பண்ணாங்க. ஹீரோ ஷரஃபுதீன் சார் அண்ட் ஆசிஃப் அலி சார். வெரி டிஃபிகல்ட் பிளேஸ் சார். திஸ் இஸ் த ஃபர்ஸ்ட் மூவி இன் இந்தியா ஷாட் இன் துனிஷியா சார். Sir, அது வேணும் லாட் ஆஃப் இது ஆல்ரெடி we did 126 days ஷூட் முடிஞ்சிருச்சு. அதில் ஒரு போர்ஷன் வந்து லண்டனில் ஷூட் பண்ணோம். அந்த போர்ஷன் வந்து அப்போ அங்கே வந்து ஹெவி ரெயின் பர் டே வந்து அது கிட்டத்தட்ட நியர் அபவுட் 1.5 crores per day ஷூட் அந்த எக்ஸ்பென்சஸ்.
அந்த டைமில் வந்து ரெயின் வந்துருச்சு. அதுக்கப்புறம் நாங்கள் இங்கே வந்துட்டோம். திரும்ப அதே லொக்கேஷன் அதே எடுக்கணும். அங்கே வெதர் சேஞ்சிங்லாம் இருக்குது. திரும்ப இந்த 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 நவம்பரில் தான் அதை எடுக்க முடியும். அந்த ட்ரீஸு அந்த இது எல்லாமே மேட்ச் பண்ணி எடுக்கணும். அதனால் இப்போ அங்கே எடுக்கிறோம். துனிஷியா இது வந்து எடுக்கிறது என்னென்னா இப்போ வந்து அங்கே சூடாக இருக்குது, பயங்கர ஹாட். ஆகஸ்ட் ஃபர்ஸ்ட் வீக்கில் போயிட்டு கண்டினியூவாக வந்து 22 days இன் துனிஷியா, 15 days 12 to 15 days in London, again Mumbai, again Chennai, in Kerala. அதாவது 52 days only shoot இருக்கு. We plan to release on December 25th for Christmas this year. Part 2 வந்து next year plan பண்ணுறோம். Next year in April, May அந்த மாதிரி. How big is Ram? It's a very big movie, sir. No doubt at all. Very big movie. Thank you. വിശാൽ എന്ന് പറയുമ്പോൾ മലയാളികൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന സീതാരാമം ഒറ്റ വാക്ക് മതി. അപ്പോൾ ഫസ്റ്റ് ഡെബ്യൂ ചെയ്യുന്ന ഫിലിം എന്ന് പറയുമ്പോൾ എത്രത്തോളം ഡിഫിക്കൽട്ട് ആയിരുന്നു? എൻ്റെ ഒരു സിഗ്നേച്ചർ ഇടുക എന്ന് പറയുമ്പോൾ ഒരു വലിയ കാര്യമാണോ? ഫസ്റ്റ് ഡെബ്യൂ മൂവി ഒരു സിഗ്നേച്ചർ ഇടുക എന്ന് പറയുമ്പോൾ அது எனக்கு என்னன்னா மலையாளம் மியூசிக்கோட ஐ லவ் மலையாளம் மியூசிக் அண்ட் எனக்கு வந்து அது வந்து நேச்சுரலாக ஐ திங்க் ஐ ஃபிட் இன் வித் த ஈத்தோஸ் ஆஃப் மலையாளம் மியூசிக். பிகாஸ் அதில் வந்து எனக்கு வந்து கிளாசிக்கலும் இருக்குது, அட் த சேம் டைம் ஒரு ஃபியூஷன் ஸ்டைல் தான் இருந்து. ஸோ அதில் வந்து நான் நேச்சுரலாக ஃபிட் ஆகிற ஒரு ஃபீலிங் இருக்குது. அதே சமயம் வந்து அர்ஃபாஸ் கூட ஒர்க் பண்ண எக்ஸ்பீரியன்ஸ் ரொம்ப ஈஸியாக இருந்தது. பிகாஸ் அர்ஃபாஸ் நல்லா ஹிந்தி பேசுவார். ஸோ நானும் நல்லா ஹிந்தி பேசுவேன். அண்ட் இங்கிலீஷ் ஹிந்தி அப்படியே மிக்ஸ் அண்ட் மேட்ச் பண்ணி ரொம்ப அழகாக அவர் ஆக்சுவலாக எதுவுமே சொல்ல வேண்டாம். படம் பார்த்தேன், படம் வந்து செல்ஃப் எக்ஸ்பிளனேட்டரியாக இருந்தது, ரொம்ப ஈஸியாக இருந்தது ஒர்க் பண்ணுறதுக்கு. அட் த சேம் டைம் அவர் கூட இருந்தார் ஒர்க் பண்ணும்போது. ஸோ பக்கத்துலேயே தான் உட்காந்துட்டு இருந்தார். ஸோ அப்படியே உட்காந்து ஒரு ஃப்ளோவில் போனோம். இட் வாஸ் a wonderful experience working with him. And I'm very proud to be doing a debut under his director. സാർ ഈ സിനിമയിലൂടെ നമുക്ക് ഇവിടെ സാർ ഈ സിനിമയിലൂടെ നമുക്കൊരു പിന്നണി ഗായകനെ കൂടെ കിട്ടുകയാണല്ലോ, ഒരു പ്ലേ ബാക്ക് സിംഗറിനെ കൂടെ കിട്ടുകയാണല്ലോ. അമല എന്ന് പറയുന്ന ഒരു നടിയെ നമുക്ക് എല്ലാവർക്കും അറിയാം. ആസ് എ പ്ലേ ബാക്ക് സിംഗർ അവരെ എങ്ങനെയാണ് നോക്കി കാണുന്നത്? இல்லை, ஸோ நான் ஆக்சுவலாக ரொம்ப எக்ஸ்பெக்ட் பண்ணல ஃபர்ஸ்ட். பட் ஓகே டேக் போகலாமா அப்படின்னு சொல்லிட்டு உள்ளே போயிட்டு அவங்க உள்ளே போயிட்டு ரெடியாக ஆகிட்டாங்க. அதுக்கப்புறம் ஓகே ஓகே நான் வந்து இப்படி கேஷுவலாக உட்காந்துருக்கேன், என்ன பண்ண போகிறேன். எடுத்தோடனே வந்து கரெக்ட் நோட் எடுத்தாங்க, அப்பா அப்படின்னு இருந்தது. அதுக்கப்புறம் இந்த ரெக்கார்டிங் ப்ராசஸ் என்னன்னா நான் வந்து சின்ன சின்ன அந்த எக்ஸ்பிரஷன்ஸில் தான் ஒர்க் பண்ணேன். ஸோ அவங்க வந்து நிறைய டப்பிங் பண்ணியிருப்பாங்க. ஸோ அவங்களுக்கு வந்து அந்த டப்பிங் பாயிண்ட் ஆஃப் வியூலேருந்து எக்ஸ்பிளைன் பண்ணி பண்ணேன். ரொம்ப ஈஸியாக புரிஞ்சுக்கிட்டாங்க. ആൻഡ് അതുക്കപ്പുറം ഈസി ആയിച്ചു. അമല ഇപ്പോൾ സംസാരിക്കുമ്പോൾ തന്നെ ഇങ്ങനെ ബീങ് ഒരു മദർ ആയിട്ട് പ്രഗ്നന്റ് ആയിട്ട് സംസാരിക്കുമ്പോൾ തന്നെ ചില പ്രയാസം എന്ന് പറയും. ഇപ്പോൾ ശ്വാസത്തിന്റെ പ്രശ്നമൊക്കെ ഉണ്ട്. പക്ഷേ ഈ 9ാം മാസത്തിൽ പോയിട്ട് ഒരു മലയാളത്തിൽ ഒരു പാട്ട് പാടുക, എൻ്റെ പാട്ട് പാടുക, അതും ഒരു സോളോ സോങ് പാടുക എന്ന് പറയുന്നത് എനിക്കറിയാം ഇച്ചിരി പ്രയാസമുള്ള കാര്യമാണ്. പക്ഷേ ഈ പ്രഗ്നന്റ് ലേഡി പോയിട്ട് ഈ സ്റ്റുഡിയോയിൽ നിന്ന് പാടുന്ന ഒരു അനുഭവം എങ്ങനെ ഉണ്ടായിരുന്നു? എനിക്ക് ആക്ച്വലി സംസാരിക്കാനാണ് ബുദ്ധിമുട്ട്. അഭിനയിക്കാൻ കുഴപ്പമില്ല, പാടാനും കുഴപ്പമില്ലെന്ന് തോന്നുന്നു. അവിടെ ഐ വാസ് ഇൻ മൈ സ്പേസ്, ഇറ്റ്സ് എ ഡാർക്ക് റൂം. ആൻഡ് ഈ പാട്ട് ഫസ്റ്റ് എനിക്ക് ആക്ച്വലി 2 പാട്ടാണ് ഓപ്ഷൻസ് തന്നിരുന്നത്. ഒരെണ്ണം പയ്യെ പയ്യെ വിച്ച് വാസ് ഔട്ട് ഓൾറെഡി, പിന്നെ ഈ സോങ്. എനിക്ക് ഇതാണ് ഇഷ്ടപ്പെട്ടത്. വൈ ഐ പിക്ക് ദിസ് സോങ് ഇസ് ബിക്കോസ് ഇപ്പം ഇതിൻ്റെ വിനായക് ശശികുമാറാണ് ഇതിൻ്റെ ലിറിക് റൈറ്റർ. ഈസ് എ ബ്രില്യൻറ്റ് ലിറിക് റൈറ്റർ എന്ന് പറയേണ്ട കാര്യമില്ല. പുള്ളി ഇതിൽ എഴുതിയിരിക്കുന്ന ഓരോ വരികളും എൻ്റെ ക്യാരക്ടർ, ഞാൻ അതിൽ ചെയ്തിരിക്കുന്ന ചൈതാലി എന്ന് പറയുന്ന ക്യാരക്ടറിനെ ഭയങ്കരമായിട്ട് ആ ക്യാരക്ടറിന്റെ മെന്റൽ തോട്ട്സ് ആണ്. നമ്മൾ ഈ പാട്ട് ഇപ്പം കേൾക്കുമ്പോഴും ഫിലിം കണ്ടു കഴിഞ്ഞിട്ട് ഒന്നുകൂടെ കേൾക്കുമ്പോഴും നിങ്ങൾക്ക് കുറച്ചുകൂടെ ഡീപ്പായിട്ട് അതിന്റെ മീനിങ് മനസ്സിലാവും. അപ്പൊ ഈ പാട്ട് ഞാൻ ആദ്യം കേട്ടപ്പം ഇറ്റ് ടുക്ക് മീ ബാക്ക് ടു ട്യൂണീഷ്യ. ഞാൻ ഈ ക്യാരക്ടർ പെർഫോം ചെയ്തിരുന്ന സമയത്ത് ഞാൻ ഗോ ത്രൂ ചെയ്ത ഒരു മെന്റൽ ഇമോഷണൽ ജേർണി ഉണ്ട്. ആ ജേർണിയിലേക്ക് എന്നെ ഈ സോങ്ങിൽ തിരിച്ചു കൊണ്ടുപോകാൻ പറ്റി. അപ്പം എൻ്റെ ക്യാരക്ടറായിട്ടാണ് ഞാൻ പാടിയത്. അതുകൊണ്ട് എനിക്കത് ഭയങ്കര എൻജോയബിൾ ആയി. ഇപ്പൊ പയ്യെ പയ്യെ സോങ് പാടിയിരുന്നെങ്കിൽ ഐ ഡോണ്ട് നോ ഇഫ് ഐ വുഡ് ബി ഏബിൾ ടു സിംഗ് ദാറ്റ്, ടു ബി ഓണസ്റ്റ്. ബട്ട് ഇതെന്ന് പറയുന്നത് എനിക്ക് എൻ്റെ ക്യാരക്ടറായിട്ട് തന്നെ പാടാൻ പറ്റി. സോ അവിടെ ഞാൻ അഭിനയിച്ചിട്ടുണ്ടായിരുന്ന ഇമോഷൻസ് എല്ലാം എന്നിലേക്ക് വന്നു. അപ്പൊ അതുകൊണ്ട് എനിക്കത് കുറച്ചുകൂടെ എൻജോയബിൾ ആയി ആ പ്രോസസ്. സോ ഇറ്റ്സ് മോർ ലൈക്ക് ഒരു ആക്ടിങ് പോലെ തന്നെയാണ് എനിക്ക് തോന്നിയത്. ഇപ്പൊ ഞാൻ പാടിയാന്നല്ലേ ഇവിടെ ചെന്ന് നടത്തുന്നു. ഇപ്പൊ വയ്യ, കുറച്ചുകൂടെ
breathless ഒക്കെ ആയിട്ടിരിക്കുക. I think the right should say. The lyrics. ഞാൻ വിശാലിൻ്റെ കൂടെ വർക്ക് ചെയ്ത ഒരു എക്സ്പീരിയൻസ് ഞാൻ പറയാം. സാധാരണ ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള സിനിമകളിലെല്ലാം പ്രോസസ്സ് എന്ന് പറയുന്നത് നമ്മൾ പോസ്റ്റ് പ്രൊഡക്ഷൻ കഴിഞ്ഞ് റീൽസ് ലോക്ക് ചെയ്തിട്ട് റീൽസ് മ്യൂസിക് ഡയറക്ടറിന് അയച്ചു കൊടുക്കും. അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഫോണിൽ ബ്രീഫ് ചെയ്യും, ഇങ്ങനെയൊക്കെയാണ് സംഭവം, ഇതൊക്കെയാണ് എന്നുള്ളത്. മ്യൂസിക് ഡയറക്ടർ അത് വർക്ക് ചെയ്ത് മ്യൂസിക് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഡയറക്ടറിനെ വിളിക്കും. നമ്മൾ സ്റ്റുഡിയോയിൽ പോയിട്ട് റീൽസ് കണ്ടിട്ട് അതിൽ കറക്ഷൻസോ ചേഞ്ചസ് ഉണ്ടെങ്കിൽ പറയും. അതാണ് അതിൻ്റെ ഒരു പ്രോസസ്സ്. അങ്ങനെയാണ് ഞാൻ എൻ്റെ എക്സ്പീരിയൻസിലുള്ള പ്രോസസ്സ്. വിത്ത് ഹിം ഇറ്റ് വാസ് ഡിഫറെൻറ്റ്. ഞാൻ റീൽസ് അയച്ചു കൊടുത്തു. ഹീ സെഡ് യു കം ഡൗൺ ടു ഹൈദരാബാദ്. പുള്ളി ഹൈദരാബാദിൽ ബേസ്ഡ് ആണ്. ഞാൻ വിചാരിച്ചു വർക്ക് കഴിഞ്ഞോ, ഞാൻ അയച്ചിട്ടില്ല. പുള്ളി പറഞ്ഞില്ല, വന്നിട്ട് നമുക്ക് ഒരുമിച്ച് കാണാമെന്ന് പറഞ്ഞു. ഞാൻ ചെന്നിട്ട് നമ്മൾ ഒരുമിച്ച് കണ്ട്, സോ കണ്ടു കഴിഞ്ഞ് നമ്മൾ പോർഷൻസ് മാർക്ക് ചെയ്യും, ഇവിടെ മ്യൂസിക് വേണ്ടതെന്നുള്ളത് മാർക്ക് ചെയ്തിട്ട് then I was with him while the music was taking birth. ഓരോ മ്യൂസിക് ഓരോ സീനിലും വിശാൽ ചെയ്യുന്ന മ്യൂസിക് I was there. So he plays the music. അതിൽ നമ്മൾക്ക് ചേഞ്ചസ് പറയാം, അതിൽ പുള്ളി വേറൊരു ഓപ്ഷൻ തരും. അങ്ങനെ ഓരോ സീനും ഞങ്ങൾ ത്രൂ ഔട്ട് ഒരു 20-25 ഡേയ്സ് ഒരുമിച്ച് ഇരുന്നിട്ടാണ് മ്യൂസിക് ചെയ്തത് ബാക്ക്ഗ്രൗണ്ട് സ്കോറിൽ, വിച്ച് വാസ് എ ന്യൂ എക്സ്പീരിയൻസ് ഫോർ മീ. അങ്ങനെ വേറെ ഏത് മ്യൂസിക് ഡയറക്ടർ അങ്ങനെ ഒരു പ്രോസസ്സ് ഫോളോ ചെയ്തെന്ന് അറിയില്ല. ബട്ട് ദാറ്റ് പ്രോസസ് I enjoyed a lot because I was being part of the whole music coming alive. So thank you so much Vishal for doing this film. സാർ ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ, ഇപ്പൊ ഇദ്ദേഹം ഇപ്പൊ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് കൊയറിലൊക്കെ പണ്ട് പാടിയിട്ടുണ്ട് എന്നുള്ളത്. അപ്പൊ സാർ എങ്ങനെ മനസ്സിലാക്കുന്നത് ഇദ്ദേഹത്തിന്റെ ഉള്ളിൽ ഉറങ്ങി കിടക്കുന്ന ഒരു ഗായികയുണ്ടെന്നും ഇദ്ദേഹത്തെ തന്നെ ഈ സിനിമയിൽ പാട്ട് പാടിക്കാന്നുള്ളൊരു തീരുമാനം ഉണ്ടാവുന്നത് എങ്ങനെയാ? ട്യൂണേഷ്യയില് നമ്മള് ഷൂട്ട് കഴിഞ്ഞിട്ട് വി ഓൾ ഹാങ് ഔട്ട് താഴെ ഒരു റൂമില് ആസിഫും അമലൻ. സോ ഷീ യൂസ് ടു സിംഗ്. ഓടി പാട്ട് ഇങ്ങനെ ഓരോന്ന് പാടും. ഷീ സിംഗിങ് റിയലി വെൽ. അപ്പൊ അന്ന് മുതൽ ഞാൻ തുടങ്ങിയതാ, ഒന്ന് പാടിക്കൂടെ എന്ന് പറഞ്ഞു. ഫൈനലി ഐ എം വെരി ഹാപ്പി ദാറ്റ് ഷീ ഗോട്ട് കൺവിൻസ്ഡ്. ആൻഡ് ഓൺ 9th month പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് ഇതിനു മുമ്പ് ഒരു സിംഗറെ ഡെബ്യൂ ചെയ്തിട്ടുണ്ടാവും എനിക്ക് തോന്നുന്നില്ല. സോ ദാറ്റ്സ് എ റെക്കോർഡ് ഇൻ ഇറ്റ്സെൽഫ്. താങ്ക് യു. Okay, I'll sing just a few lines. എൻ്റെ പിന്നിലെ രൂപം ഒരു ഭീതിയായി പടരേ, ഏതു കോണിലും എന്നെ നിഴലായി പിന്തുടരേ, കൂരിരുൾ കിനാവ് പോലെ എൻ്റെ കാഴ്ച മറയവേ, ചോരതൻ വിടാത ഗന്ധം ഇന്നു കാട്ടിൽ കലരവേ, ഞാൻ തിരിഞ്ഞു പിന്നിലേക്കു നോക്കിയൊന്നു നടങ്ങവേ, കണ്ട രൂപം എൻ്റെ രൂപം രണ്ടു പേരും ഒരുവനേ. Thank you. The psychological song. I would like to thank Vinayak Sashikumar, lyricist, because of him I am able to do my interview in Malayalam industry, because I know him, and through Sita Raman and through Vinayak Sashikumar only I got to meet Arfaz. So it was a wonderful coincidence, and I'm really thankful to Vinayak Sashikumar. അമലയുടെ ക്യാരക്ടർ പോലെ തന്നെ മറ്റേ ശക്തിന്റെ ആയാലും ആസിഫിന്റെ ആയാലും റിപ്പോർട്ടിലാണ്. ആസിഫിനെ ഇങ്ങനെ ഒരു ലുക്കിൽ നമ്മൾ കണ്ടിട്ടില്ല. എനിക്കതോ വേറൊരു പ്രൊട്ടഗണിസ്റ്റ് ലെവലിലാണോ പെർഫോമൻസ്, അങ്ങനെ ഒരു ക്യാരക്ടറാണ് തോന്നുന്നത്. അത് സിനിമ കാണുമ്പോൾ അറിയാം. ഇതിന്റെ പ്രിപ്പറേഷന് വേണ്ടി ഒരു 6 മാസം പല്ലുണ്ടോ? He's gonna kill me for this. ആ പല്ലൊക്കെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടാണ് ഒരു സുവനിയർ പോലെ. സോ ആസിഫ് സാധാരണ ചെയ്യുന്ന പടങ്ങളിൽ നിന്നും കഥാപാത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ളൊരു ക്യാരക്ടറാണ്. ഇപ്പോൾ ആസിഫിൻ്റെ എന്ന പടം തലവൻ ഇറങ്ങി. അത് എനിക്ക് കാണാൻ പറ്റില്ല, ഞാൻ രാത്രിത്തെ ഷോ കേട്ടിട്ടുണ്ട്. നല്ല അഭിപ്രായമാണ് കേൾക്കുന്നത് എല്ലായിടത്തുനിന്നും. നിങ്ങളെല്ലാവരും പോയി കാണുക. ആസിഫ് ഈസ് എ ഗ്രേറ്റ് ആക്ടർ. ഐ തിങ്ക് ആസിഫിൻ്റെ ടാലൻറ്റ് അനുസരിച്ചുള്ള ഒരു എക്സ്പോഷർ ആസിഫിന് കിട്ടിയിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. കൂമൻ വാസ് എ ഗ്രേറ്റ് ഫിലിം. He's done a fab job.
അതുപോലെ he has done a very good performance in this film. ആ ക്യാരക്ടറിനെ അലൈവ് ആക്കിയത് ആസിഫാണ്. Once you brief him, then he knows what this character would say, what his body language will be. Then you don't need to brief him again. Once it's feeded, then it's a smooth ride. So it was beautiful working with him, and he's a gem of a person. ഇപ്പോ ആസിഫ് അലിയുടെ ഒരു വലിയൊരു മേക്ക് ഓവർ ഈ സിനിമയിലുണ്ടെന്ന് പറയപ്പെടുന്നു. അതുപോലെ തന്നെ അമല പോളിന്റെ ഒരു കരിയർ ബെസ്റ്റ് പെർഫോമൻസ് ആണെന്ന് നിങ്ങൾ തന്നെ പറയുന്നു. ഈ കഥാപാത്രത്തിന് വേണ്ടിയിട്ട് ഇതിൽ ഒരു ഫീമെയിൽ ലീഡിന് വേണ്ടിയിട്ട് എത്രമാത്രം എഫേർട്ട് ഇട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ എത്രമാത്രം ഹോംവർക്ക് ഇട്ടിട്ടുണ്ട് ഇങ്ങനെ ബ്യൂട്ടിഫുള്ളി പോർട്രേ ചെയ്യാൻ വേണ്ടിയിട്ട്? മെയിൻലി ഞങ്ങൾ ഒരുപാട് സ്ക്രിപ്റ്റ് റീഡിങ് സെഷൻസ് ഉണ്ടായിരുന്നു. ഞാൻ സ്റ്റോറി നറേറ്റ് ചെയ്ത് ലൈക്ക് ചില ഫിലിംസ് ഒക്കെ നമ്മൾ ആസ് സൂൺ ആസ് കഥ കേൾക്കുമ്പോൾ തന്നെ ഒരു ഇൻസ്റ്റിങ്ക്റ്റ് ഉണ്ടാവും. യെസ് ലൈക്ക് ആ ഒരു സമയത്ത് എസ്പെഷ്യലി ഓൾസോ അർഫാസിന് എന്നെ റീച്ച് ഔട്ട് ചെയ്യാൻ പറ്റാതിരുന്ന ഒരു കാരണം കൂടെ എനിക്ക് തോന്നുന്നു. എനിക്ക് ആ സമയത്ത് വന്നുകൊണ്ടിരുന്ന എല്ലാം ഒരു സെയിം കൈൻഡ് ഓഫ് സ്റ്റോറീസും ജോണേഴ്സും ആയിരുന്നു. അപ്പം ഞാൻ ട്രെയിൻഡ് ഔട്ട് ആയിരുന്നു ലൈക്ക് ഈ സെയിം കൈൻഡ് ഓഫ് സാധനങ്ങൾ ചെയ്തിട്ട് എന്തിനാണ്, ഐ വുഡ് റാദർ ടേക്ക് എ ബ്രേക്ക് എന്നുള്ള രീതിയിൽ. ആൻഡ് ജിതു സാർ വിളിച്ച് പറഞ്ഞപ്പോൾ എനിക്കൊരു എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു. ആൻഡ് കഥയും കൂടെ കേട്ടുകഴിഞ്ഞപ്പോൾ ഞാൻ ഭയങ്കര ത്രിൽഡായി. അതായത് നമ്മൾ കറക്റ്റായിട്ടൊരു ഇങ്ങനത്തെ ക്യാരക്ടേഴ്സ് ചെയ്താൽ നന്നായിരിക്കും, ഇങ്ങനത്തെ സീൻസ്, ഇങ്ങനത്തെ സെറ്റിംഗ്, ഇങ്ങനത്തെ സ്റ്റോറി, അങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ എല്ലാം കൂടെ ഒരുമിച്ച് ചില സമയത്ത് സ്ക്രിപ്റ്റുകൾ വരുമല്ലോ, അതുപോലെ ഒരു സ്ക്രിപ്റ്റ് ആയിരുന്നു ഇത്. ആൻഡ് സ്റ്റോറി കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഞാൻ അർഫാസിൻ്റെ അടുത്ത് ഒരു കാര്യം റിക്വസ്റ്റ് ചെയ്തു. അർഫാസ്, എനിക്ക് റിക്വസ്റ്റ് ഉണ്ട്, ഇത് ലൈവ് സൗണ്ട് ചെയ്യണം, നമുക്ക് സിംഗ് സൗണ്ട് തന്നെ ചെയ്യണം. അപ്പോൾ എനിക്ക് തോന്നുന്നു അർഫാസിന് അപ്പം അതുവരെ പ്ലാൻ ഉണ്ടായിരുന്നില്ല. ബിക്കോസ് നമ്മൾ എബ്രോഡാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഷൂട്ടിംഗ് കണ്ടീഷൻസ് സിംഗ് സൗണ്ടിനെ സപ്പോർട്ട് ചെയ്യുമെന്ന് അറിയത്തില്ല. ബട്ട് അപ്പം ഈ സിംഗ് സൗണ്ടും എല്ലാം കൂടെ ഒരുമിച്ച് വന്നപ്പോഴത്തേക്കും ആൻഡ് ഞാനും ആസിഫ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ട്യൂണീഷ്യൽ ആക്ടേഴ്സായിട്ട്. ആൻഡ് ദെൻ ഷറഫുദ്ദീൻ ജോയിൻസ് ലേറ്റർ. അപ്പം ഒരു ഭയങ്കര ഒരു കണ്ടംപററി സെറ്റിംഗ് ആയിരുന്നു ഇതിൻ്റെ ഷൂട്ടിംഗ്. ഞങ്ങൾ അവിടെ എത്തിയിട്ട് ഞങ്ങൾക്ക് 2-3 ദിവസത്തേക്ക് ഒരുപാട് സ്ക്രിപ്റ്റ് റീഡിംഗ് ഉണ്ടായിരുന്നു. പിന്നെ ഡയലോഗ്സ് ഒക്കെ ഞങ്ങൾ തന്നെയാണ് ഇതിൻ്റെ ഡെവലപ്പ് ചെയ്തത്. ഞങ്ങൾ സംസാരിച്ച് ആസ് ആക്ടേഴ്സ് വി ഓൾ സാറ്റ് ടുഗദർ ആൻഡ് ഞങ്ങൾ തന്നെയായിരുന്നു ഡയലോഗ്സ് ഒക്കെ കുറെ ഞങ്ങളുടെ രീതിയിൽ. ആ ക്യാരക്ടർ, ഇപ്പം എൻ്റെ ക്യാരക്ടർ എൻ്റെതായ ഒരു ആസ് യു കെൻ സീ ഇറ്റ്സ് എ മോഡേൺ ക്യാരക്ടർ. അപ്പം എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് കുറച്ച് സൈക്കോളജിക്കൽ ത്രില്ലർ എന്നും പറയാൻ പറ്റും. അപ്പം എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് അല്ലെങ്കിൽ എൻ്റെ മെൻ്റൽ ഹെൽത്ത് ജേർണിയിൽ നിന്ന് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതിലേക്ക് ഇൻപുട്സ് എനിക്കുണ്ടായിരുന്നു. അപ്പം ഞാനത് അർഫാസായിട്ട് ഡിസ്കസ് ചെയ്യും. ആൻഡ് ഞങ്ങൾ അതനുസരിച്ച് ഡയലോഗ്സ് എഴുതാൻ തുടങ്ങി. അപ്പം ആ ഒരു പ്രോസസ്സിൽ തന്നെ ഇറ്റ് ബിക്കേം വെരി ക്ലോസ് ടു അസ്. പിന്നെ ലൈക്ക് ഐ സെഡ്, ഈ ഒരു കോസ്റ്റ്യൂമാണ് ത്രൂ ഔട്ട് ലൈക്ക്. ആൻഡ് ഐ തിങ്ക് സ്പെഷ്യാലിറ്റി ആണ് അല്ലേ? You don't want to say that? Okay. Can't reveal so much, but കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്കും ഫിലിം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും വേറെ ഒത്തിരി കുറേ സ്പെഷ്യാലിറ്റീസും കൂടെ ഉണ്ട് ഇതിൽ. അപ്പം ഐ വാസ് ജസ്റ്റ് ബീയിങ് മൈ സെൽഫ്. ലൈക്ക് അവിടെ മേക്കപ്പോ ഹെയറോ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. ഐ ഓൺലി ഡിഡ് മൈ മേക്കപ്പ്. ഹെയർ വാസ് ഹൗവർ മൈ ഹെയർ വാസ്. പിന്നെ സോ ഇറ്റ് വാസ് വെരി ഈസി. ഐ വാസ് ജസ്റ്റ് ബീയിങ് ചൈതാലി. ലൈക്ക് ഒരു ഫ്ലോ ആയിരുന്നു അത്. ആൻഡ് ആസിഫിനെ കാണുമ്പോൾ ആസിഫായിട്ട് എനിക്ക് തോന്നില്ല ഒരിക്കലും, പ്രത്യേകിച്ച് ആ പല്ല് കൊണ്ട് ചിരിച്ചു കഴിയുമ്പോൾ ഹി വാസ് ഹിസ് ക്യാരക്ടർ. ആൻഡ് സിംഗ് സൗണ്ട് ആയിരുന്നു. സിംഗ് സൗണ്ടിൻ്റെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സിംഗ് സൗണ്ട് ഷൂട്ട് ചെയ്യാനായിട്ട്. സിംഗ് സൗണ്ട് പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ പിൻ ഡ്രോപ്പ് സൈലൻസ് ആയിരിക്കും. ആൻഡ് നമ്മളൊരു ഭയങ്കര ഒരു മെഡിറ്റേറ്റീവ് പ്രോസസ് ആയിരിക്കും നമ്മൾ അഭിനയിക്കുമ്പോൾ തന്നെ. സിംഗ് സൗണ്ട് ആണെങ്കിൽ ഡബിങ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ കറക്റ്റായിട്ട് ഡയലോഗ്സ് പറയണം, ഡെലിവറി കറക്റ്റ് ആയിരിക്കണം. അപ്പം there is so much of preparation that goes. ഡബിങ് ആണെങ്കിൽ actors tend to be a little lazy. ഡബിങ്ങിൽ കറക്റ്റ് ചെയ്യാന്നുള്ള ഒരു സാധനം ഉണ്ട്. ഒരു 100% എഫേർട്ടാണ് സിംഗ് സൗണ്ടിൽ ഇടേണ്ടത്. അപ്പം അതെല്ലാം ഇറ്റ് ഓൾ ഹെൽപ്ഡ് വെരി മച്ച്. സാറിപ്പോ പറഞ്ഞല്ലോ, അത് സ്ക്രിപ്റ്റിൽ എഴുതിയാക്കുന്ന അതേ ഡയലോഗ്സ് പറയേണ്ട ആവശ്യമില്ല, ആക്ടേഴ്സിന് അത് മോഡിഫൈ ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഇത് ഒരു ജിത്തു സർ സ്കൂളിംഗ് ഓഫ് ഡയറക്ഷനിൽ നിന്ന് വന്ന സംഗതിയാണോ? അതെ, സാറ് ആക്ച്വലി വെൻ ഹി റൈറ്റ്സ് ദി സ്ക്രിപ്റ്റ് ദെർ ആർ ഡയലോഗ്സ്. പക്ഷേ സാർ ഒരിക്കലും ഡയലോഗ് ഇങ്ങനെ തന്നെ വേണം എന്ന് ത്രൂ ഔട്ട് ഒരു വാശിയുള്ള അങ്ങനത്തെ ഡയറക്ടർ അല്ല. ബിക്കോസ് ഹി മോസ്റ്റ് ഓഫ് ദി ടൈംസ് ഹി റൈറ്റ്സ് ഹിംസെൽഫ്. ചില ഏരിയാസിൽ, ചില സീൻസിൽ, ചില ഏരിയാസിൽ ചില ഡയലോഗ്സ് എഴുതിയതുപോലെ തന്നെ വരണം എന്നുണ്ടാവും. അതല്ലാതെ ബാക്കിയൊക്കെ കോൺവെർസേഷൻ, സാറിന്റെ ഡയലോഗ്സ് ഒക്കെ കേട്ടാൽ വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള അങ്ങനത്തെ കോൺവെർസേഷണൽ ആയിട്ടുള്ള ഡയലോഗ്സ് ആണ് സാറിന്റെ സിനിമകളിൽ ഉണ്ടാവുക.
സോ ഇൻ ദിസ് ഫിലിം ആസ് വെൽ ഡയലോഗ്സ് ഉണ്ടായിരുന്നെങ്കിലും ലൈക്ക് ഷീ സെഡ് നമ്മൾ ആവശ്യമുള്ള സ്ഥലത്തൊക്കെ മാറ്റി ഒക്കെ ആണ് ചെയ്തത്. സിംഗ് സൗണ്ട് ഇറ്റ്സ് ഓൾവേസ് ഡ്രീം ടു ഹാവ് സിംഗ് സൗണ്ട് എന്നാണ്. പക്ഷെ ഞാൻ ഒരിക്കലും ഈ പടത്തിന് സിംഗ് സൗണ്ട് എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. കാരണം ഒന്ന് ഡെസേർട്ടിലാണ് ഷൂട്ട്, അവിടെ വിൻഡും കാറ്റും വെള്ളവും ഒക്കെ ആയിരിക്കും, അതെന്തായാലും ഇമ്പോസിബിൾ ആയിരിക്കും എന്ന് വിചാരിച്ചിരിക്കും. അപ്പോൾ വെൻ ഷീ ടോൾഡ് മീ ട്രൈ സിംഗ് സൗണ്ട്, then I got in touch with JD, നമ്മുടെ സൗണ്ട് ഡിസൈനർ. Then he said ki we can crack it. അതായത് സ്പെഷ്യൽ എക്യുപ്മെന്റ്സ് ഒക്കെ ഉണ്ട്, ആ എക്യുപ്മെന്റ്സ് ഒക്കെ ഹയർ ചെയ്യേണ്ടി വരും. എന്നിട്ട് ലൊക്കേഷനിൽ എത്തിക്കഴിഞ്ഞിട്ട് ഷൂട്ട് തുടങ്ങുന്നതിന് 2 ദിവസം മുമ്പ് ഓഡിയോ ടീം അവിടെ റീക്കി ചെയ്തു, ടെസ്റ്റ് സൗണ്ട് ഷൂട്ട് റെക്കോർഡ് ചെയ്തിട്ട് ഇങ്ങോട്ട് അയച്ചത് നമ്മുടെ സ്റ്റുഡിയോയിലിട്ട് ടെസ്റ്റ് ചെയ്തു. ഓക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടാണ് നമ്മൾ ഷൂട്ട് തുടങ്ങുന്നത്. അപ്പോൾ പ്രേം നവാസ് നമ്മുടെ പ്രൊഡക്ഷൻ ഡിസൈനർ ഓൾസോ ഹാഡ് ടു മേക്ക് ഷുവർ ദാറ്റ് അതിന്റെ ഫ്ലോറിങ്ങും ഒക്കെ സിംഗ് സൗണ്ട് ഫ്രണ്ട്ലി ആയിരിക്കണം. അവിടെ നടക്കുമ്പോൾ ഒത്തിരി ശബ്ദം ഉണ്ടായാൽ നമുക്കത് റീടേക്ക് പോയിക്കൊണ്ടിരിക്കും. സോ ഇറ്റ് ഓൾ ഫെൽ ഇൻ പ്ലേസ്. I also like to appreciate you for doing all these things. Thank you so much. You are a... Thank you. Very sweet of you. Thank you. So my question is, കഴിഞ്ഞ ദിവസം അഞ്ജലി മേനോൻ ഒരു സ്റ്റേറ്റ്മെന്റ് ഷെയർ ചെയ്തിരുന്നു. അതായത് മലയാള സിനിമയിലെ നടിമാർ എവിടെയെന്ന് ചോദിച്ചുകൊണ്ട്. അതിന്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം മലയാളത്തിൽ റീസെന്റ് ഹിറ്റായ ആവേശമാണേലും മൻവൽ ബോയ്സ് ആണെങ്കിലും ബ്രഹ്മയുഗം ആണെങ്കിലും ഇതിൽ ലേഡി റോൾസ് അല്ലെങ്കിൽ അങ്ങനത്തെ ക്യാരക്ടേഴ്സ് മെയിനായിട്ട് വന്നിട്ടില്ല. സോ അമലയ്ക്ക് ആ ഒരു സ്റ്റേറ്റ്മെന്റിനോട് എന്താണ് പറയാനുള്ളത്? ബിക്കോസ് ഈ ഒരു സ്റ്റേജിലും സിനിമയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന നടിയാണ്. മറ്റുള്ള നടിമാരൊക്കെ ഇത്തരം സ്റ്റേജിൽ ബാക്ക് ഓഫ് ചെയ്യാൻ, ഈവൻ സോഷ്യൽ മീഡിയയിൽ നിന്ന് വരെ ബാക്ക് ഓഫ് ചെയ്യാറാണ് പറയുന്നത്. അപ്പൊ ആ ഒരു ചോദ്യത്തിന് അമലയ്ക്കുള്ള ഒരു മറുപടി എന്താണ്? I think ആ ചോദ്യത്തിന്റെ ഏറ്റവും നല്ല ഉത്തരം is our film, Level Cross. When it will come, അത് ആ ഒരു എന്താ പറയാ, that will answer the question. Yeah. മലയാള സിനിമയിലെ നടിമാർ എവിടെ എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരവായിരിക്കും ലെവൽ ക്രോസ്. Yes, definitely. അങ്ങനെ പ്രതീക്ഷിക്കാം. സാറിന്റെ ഒരു സ്ക്രിപ്റ്റ് പറഞ്ഞ സമയത്ത്, അതായത് ത്രില്ലർ എന്ന് പറയുമ്പോൾ തന്നെ അറിയാലോ, അപ്പോൾ ഇപ്പോഴത്തെ പ്രേക്ഷകർ പറഞ്ഞാൽ ഓരോ സെക്കൻഡിലും പ്രത്യേകിച്ച് ത്രില്ലർ ആണെങ്കിൽ അടുത്ത എന്ത് നടക്കുന്ന ഒരു പ്രഡിക്ഷൻ ഉണ്ടാവില്ല. അതേപോലെ നടക്കുകയാണെങ്കിൽ പിന്നെ എടുത്ത് കാണാനൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടായിരിക്കും ഓരോ മൂമെന്റ്, ഓരോ 10 മിനിറ്റിലും എന്തെങ്കിലും ഒരു ടിസ്റ്റ് ഉണ്ടായിരിക്കണമെന്നാണ് ഇപ്പോഴത്തെ ഒരു ഇത് പറയുന്നത്. അപ്പോൾ ജിത്തു സാറിന് എന്തെങ്കിലും ടിപ്സ് തന്നിരുന്നോ? ഇങ്ങനെ ഈ സീനിൽ ഇങ്ങനെ മാറ്റങ്ങൾ വരുത്തണോ, അങ്ങനെ എന്തെങ്കിലും ടിപ്സ് ജിത്തു സാർ തന്നിരുന്നോ? സാറിനോട് ഞാൻ കഥ പറയുന്നത് 12th മാൻ്റെ പ്രീ പ്രൊഡക്ഷൻ സമയത്താണ്. അപ്പോൾ സാറിന് സ്റ്റോറി അപ്പം തന്നെ ഇഷ്ടപ്പെടുകയും അപ്പം തന്നെ ഞാൻ ലിൻഡ മാമിനോടും കാത്തിനോടും ഒക്കെ സാറ് കഥ പറയാൻ പറഞ്ഞു, അവരോടൊക്കെ കഥ പറഞ്ഞു, അവർക്കൊക്കെ ഇഷ്ടപ്പെട്ടു സംഭവം. അങ്ങനെയാണ് സാറ് രമേശ് സാറിനോട് പറയുന്നത് അർഫാസിൻ്റെ ഒരു കഥയോട് കേൾക്കണം. അപ്പോൾ രമേശ് സാർ നെക്സ്റ്റ് സ്റ്റെപ്പിന് കൊച്ചിയിൽ വന്നപ്പോൾ കഥ പറഞ്ഞു. എനിക്കൊന്നൊരു 15 മിനിറ്റ് എന്തോ ബ്രീഫ് ചെയ്തിട്ടാണ് ഞാൻ സ്റ്റോറി പറഞ്ഞത്. ഹി ഈസ് വെരി ഗുഡ് അറ്റ് ജഡ്ജിങ് തിങ്സ്. ഐ തിങ്ക് ഹി സെഡ് യെസ്. അത് കഴിഞ്ഞിട്ട് കൂമൻ്റെ സമയത്താണ് ആസിഫിനോട് കഥ പറയുന്നതും. then it started. So in terms of writing, see ഇതൊരു നമ്മൾ അങ്ങനത്തെ ഒരു ത്രില്ലറിനെക്കാളും ഇറ്റ്സ് എൻ ഇൻറ്റൻസ് ഡ്രാമ. ഇറ്റ്സ് അബൌട്ട് ദീസ് ക്യാരക്ടേഴ്സ്, അവരുടെ ജേർണി. ആൻഡ് these two characters, Asif and Amla, they've come from 2 different walks of life, and how they meet and how they interact. It's more of an intense drama than anything else. And of course there are some thrilling elements as well, which is just an add-on, but primarily ഈ characters-ന്റെ ഒരു journey ആണ്. And yeah, that's what it is. ഞാൻ അവരുമായിട്ടൊക്കെ ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്, അറിയാവുന്ന ആൾക്കാരാണ്. അപ്പോൾ സംഗീത് എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് വേഫറിൽ വർക്ക് ചെയ്യുന്നത് സംഗീതാണ് എന്നോട് ചോദിച്ചത്, ഇതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ പോയിട്ടുണ്ടോ, നമുക്ക് താല്പര്യമുണ്ടെന്ന് സംഗീതാണ് പറയുന്നത്. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ദേവനും വേഫറുടെ ടീം എല്ലാവരും വന്ന് സിനിമ കാണുകയും ഇഷ്ടപ്പെടുകയും അങ്ങനെയായിരുന്നു അതിൻ്റെ പ്രോസസ്സ്. ദുൽഖർ കണ്ടിട്ടില്ല സിനിമ, ഇല്ല. എനിക്കറിയത്തില്ല, എനിക്ക് ആഗ്രഹമൊക്കെ ഉണ്ട്, പക്ഷേ ദുൽഖർ പറയണ്ടേ, ഞാനല്ലല്ലോ പറയണ്ടേ. അതെ, അത് ആക്ച്വലി സിനിമ കംപ്ലീറ്റ് ആയി പോസ്റ്റ് പ്രൊഡക്ഷൻ ഒക്കെ കഴിഞ്ഞിട്ട് സിനിമ നമ്മൾ കുറേ പേര് കാണുമല്ലോ, നമ്മുടെ അടുത്തുള്ള ആൾക്കാരും എല്ലാവരും കാണുമല്ലോ. അപ്പോൾ അവർ കണ്ടവരൊക്കെ ഇതൊരു യൂണിവേഴ്സൽ സബ്ജക്റ്റ് ആണ്, ഏത് ഭാഷയിലും നടക്കാവുന്ന സംഭവങ്ങളാണ്. സിനിമ നടക്കുന്നത് ഒരു ഇമാജിനറി ലാൻഡിലാണ്, കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് എന്നല്ല. അപ്പൊ സിനിമ കണ്ടവരൊക്കെ പറഞ്ഞു ഇത് യൂണിവേഴ്സൽ സബ്ജക്റ്റ് ആണല്ലോ,
ഒരു കാണുമ്പോൾ ഈ ഫോറിനിലൊക്കെ ഷൂട്ട് ചെയ്തുകൊണ്ട് ആ ഒരു ഇന്റർനാഷണൽ ഫീൽ ഉണ്ട്. സോ ഇറ്റ് വിൽ ബി എ നൈസ് ഐഡിയ ടു ഡു ഇറ്റ് ഇൻ അതർ ലാംഗ്വേജസ് എന്ന് രമേശ് സാറിനോട് സജസ്റ്റ് ചെയ്തു. അപ്പോൾ രമേശ് സാർ ഫെൽ ദാറ്റ്സ് എ ഗുഡ് ഐഡിയ. സോ ഇറ്റ് വാസ് സാർസ് ഡിസിഷൻ. ആരോമൽ പൂവ് പോലെന്നെ പൂത്ത പെണ്ണെ പേരു ചൊല്ലുമോ, ആരോരം കണ്ടിടാ ദൂരം ഇന്നു നീയൻ കൂട്ടുപോരുമോ, കുറുമ്പ് പൊങ്കകൾ കുറുമ്പ് പുഞ്ചിരി മുഖം തെളിഞ്ഞ ഉദിക്കും കിനാവുകൾ നിറഞ്ഞു തൂവും ഇളം തേനിലമാനിവൾ മേലെ മേഘപാളി താഴെ മേലെ മേഘപാളി மிக்ஸ் பண்ணிட்டேன். മേലെ മേഘപാളി താഴെ മഞ്ഞു തൂക്കി നിന്നെ മൂടി നിൽക്കവേ, നേരം നിന്നു പോയി ഏതോ മായ പോലെ ഒന്നായി നാം നടക്കവേ, നദിയിന്നോളങ്ങൾ കാണാത്ത കൊലുസുകളായി കാറ്റിൻ സാ